എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു കഴിഞ്ഞു, ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ 3 മുതൽ 4 വരെ സീറ്റുകൾ BJPക്ക് കിട്ടും എന്ന് സർവേ പറയുന്നുണ്ട്. കുറഞ്ഞത് 3. 2 നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതാണ്, ഇല്ല സിനിമയിലൊക്കെ ചോദിക്കുന്ന പോലെ ആരാണ് ആ 3? അത് എനിക്ക് തോന്നുന്നു മുരളിയെന്ന് തോന്നുന്നു. കാരണം മുരളീൻ്റെ കാര്യം അത് CPMൻ്റെ, ഞാൻ അതിനുശേഷം സംഘത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആളെ വിളിച്ച് സംസാരിച്ചിരുന്നു ഈ ഇലക്ഷന് ശേഷം. ഞാൻ പറഞ്ഞു മുരളി ജയിക്കാൻ സാധ്യത ഉണ്ടല്ലോ, പിന്നോടൊന്ന് നന്നായി വോട്ട് പിടിക്കും സാധ്യത. അത് CPMൻ്റെ അത്രയും സ്ട്രോങ് മണ്ഡലമല്ലേ അത് സത്യമാണ്. CPMൻ്റെ വളരെ സ്ട്രോങ് മണ്ഡലമാണ്. ഏത് സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് ഒരുപാട് നിങ്ങളിവിടെ ചർച്ചയ്ക്ക് ചെയ്യുന്ന മാഷാടോ അനുസരിച്ചില്ലായിരുന്നു സാറ്. ബാലേന്ദ്ര സാർ അതുപോലല്ല, അടൂർ പ്രകാശ് ആള് ഗില്ലാടിയാണ്, വോട്ട് പിടിക്കാൻ സാത്വികം പാവം. അല്ലെങ്കിൽ അതല്ല MLA വന്ന് കാണുന്ന ആളാണ്. ആ സമയത്ത് DCC പ്രസിഡന്റ് ആളാണ്. അപ്പം അതുപോലെ അടൂർ പ്രകാശിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് ജയിക്കാൻ സാധ്യത കുറവാണ്, പക്ഷേ നല്ല വോട്ട് പിടിക്കും എന്നാണ് എനിക്ക് കിട്ടിയത്. അത് ഇവരെ തമ്മിലുള്ള വ്യത്യാസം ഒരു 14-20 വോട്ടിലായിരിക്കും. 3 എന്നോടെ തൃശ്ശൂർ സംഭവിച്ച പോലെ എന്ന രീതിയിലാണ് നമ്മളൊക്കെ കണ്ടത്. പിന്നെ ദേശീയ ചാനലുകൾ കൊടുക്കുന്നത് അവരൊരിപ്പോഴും ഒരു ഹൈപ്പ് കൊടുക്കും. അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു അവര്. അതെ അത് പറഞ്ഞു. ഇന്ന് നമ്മളെ സംസ്ഥാനത്തെ ചാനലുകൾ വരുമല്ലോ, ലോക്കൽ ചാനലുകൾ, അത് ഏഷ്യാനെറ്റിൻ്റെ കാര്യമായിട്ട് നോക്കിയാൽ മതി. അതേതാണ്ട് അവർ സത്യസന്ധമായി കൊടുക്കാറുണ്ട്. പിന്നെ അപ്പം അത് വെച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിലും മുരളി ശക്തമായിട്ടുള്ള മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത്. മുരളി വളരെ ക്ലോസ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇവർ പറയുന്നത് മുരളി ആവാനാണ് സാധ്യത. പിന്നെ മുരളി അവിടെ ഒരു വിജയം ഡിസേർവ് ചെയ്യുന്ന ആളുകൾ. കാരണം നമ്മൾ സുരേഷ് ഗോപിനെ കൊണ്ട് വന്നിട്ടുണ്ടായി. മുരളി വന്നു കഴിഞ്ഞ ശേഷം മുരളി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ആറ്റിങ്ങലായിരുന്നു. സത്യം, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ആറ്റിങ്ങൽ ഫുൾ അവിടെ എല്ലാ കാര്യത്തിലും മുരളി പക്ഷെ മുരളി വേറെ പണിയും ചെയ്തു. മുരളി ലോ പ്രൊഫൈലായിരുന്നു. ഒരിക്കലും ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. കല്യാണ വീട്ടിൽ മുരളി അങ്ങനെയാണല്ലോ, അധികം സംസാരം കുറവട്ടെ. കല്യാണ വീട്ടിലെല്ലാം മുരളി എത്തും. എല്ലാ ബൂത്തിലും എത്തി. ഇലക്ഷൻ സമയത്തെ എല്ലാ ബൂത്തിലും മുരളി എത്തിയിരുന്നു. അപ്പൊ ആ രീതിയിൽ പിന്നെ അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ ആയിരുന്നു സുരേഷ് ഉണ്ടാവും. സുരേഷ് ആയിരുന്നു ADC നമ്മളെ തിരുവനന്തപുരത്തെ. അപ്പം മാത്രമല്ല അതിൻ്റെ ഒരു പ്രശ്നം രാജീവിനും പറ്റി. കാരണം ഇവിടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കൾ മുഴുവൻ അവിടെ ആയിരുന്നു. രാജീവിന് പിന്നെ വേറെ രണ്ടാമത്തെ ലെവലിലുള്ള ആളുകളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ രാജീവിന് ഒരു ടീം ഉണ്ടായിരുന്നു. രാജീവ് വളരെ മെറ്റിക്കുലസ് ആയി കാൽക്കുലേറ്റഡ് ആയിട്ടാണ് വന്നത്. രാജീവ് വല്ല വേറെ ആണ് ഇവിടെ പെട്ടുകയായിരുന്നു. കാരണം മുരളി അങ്ങോട്ട് മത്സരിക്കുന്നുണ്ട്, സകല ആളുകൾ അങ്ങോട്ട് പോയി. അതാണ് ഇവിടെ വേറെ പ്രശ്നമുണ്ട്. CPMന്റെ അങ്ങനെ പോയി. ജോയി ആയതുകൊണ്ട് ജോയി ലോക്കൽ ഹീറോ ആണല്ലോ, ലോക്കൽ മായാവിയാണല്ലോ. അദ്ദേഹം ജില്ലാ സെക്രട്ടറിയും കൂടാണ് ജോയി. അതെ സ്വാഭാവികമായിട്ടും ജില്ലാ സെക്രട്ടറി മാത്രമല്ല, ജോയിന്റെ ആരെങ്കിലും തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു പക്ഷേ നാവപ്പം കഴിഞ്ഞാല് ഏറ്റവും പോപ്പുലറായ ജോയിയാണ്. ഈ അണികളുടെ കൂടെ നിൽക്കുക എന്നുള്ള വലിയ കാര്യമാണ്. നാഗപ്പന് പക്ഷേ ഈ പരിചയമില്ലാത്ത ആളുകൾ അടുപ്പിക്കാൻ അറിയില്ല. ജോയിക്ക് അതും അറിയാം. ജോയി എപ്പോഴും ഒരു ഫീൽഡ് മാർഷലാണല്ലോ, അറിയാലോ. ഇവിടുത്തെ തിരുവനന്തപുരത്തെ വയ ചരിത്രങ്ങളും അടി ഇടി എല്ലാത്തിനും ജോയി ഉണ്ടാവുമല്ലോ. മുന്നിൽ പോലീസിനെ തള്ളുക, പിള്ളേരെ രക്ഷപ്പെടുത്തുക, അങ്ങനെ ഒരു ചെറിയ പിണറായി മേക്കിംഗ് ആണ് ജോയി. പക്ഷെ ജോയി ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ജോയി ആയതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാനവിടെ ജോയി ജയിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം ജോയി പിന്നെ അല്ലെങ്കിൽ അടൂർ പ്രകാശ് ജയിക്കായിരുന്നു. അടൂർ പ്രകാശ് ഈ മാനിപ്പുലേഷൻ ആയി ജോയിനെ പോലെ ഫീൽഡിലുള്ള ഒരാളല്ല. മൂപ്പര് വളരെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മുരളീനെ പോലെ. അദ്ദേഹം വളരെ സജീവ. അടൂർ പ്രകാശിന്റെ കാര്യം എന്ന് വെച്ചാല് അടൂർ പ്രകാശ് കൊതുകിനെ പോലെയാണ്. കൊതുകിനെ നിങ്ങൾ കാണുക, പക്ഷെ കൊതുക് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അടൂർ പ്രകാശ് എല്ലാ സ്ഥലത്തും എത്തും, പക്ഷേ നിങ്ങൾ അടൂർ പ്രകാശിനെ കാണുകയില്ല. അതിന്റെ ഇഫക്റ്റ്, കൊതുക് അടിച്ച ഇമ്പാക്ട് ഉണ്ടാവുന്നത് പോലെ അടൂർ പ്രകാശിന്റെ ഇഫക്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതാണ് അടൂർ പ്രകാശിന്റെ പ്രത്യേകത. അടൂർ പ്രകാശത്തിനെയും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിട്ടും നമ്മളങ്ങനെ വലിയ പ്രസ്താവനയോ വിവാദങ്ങളോ ഒന്നും കേട്ടില്ലല്ലോ. ഇല്ലില്ല, വലിയ വലിയ വിവാദങ്ങൾ ഇവിടെ ഉണ്ട്. അടൂർ പ്രകാശിന്റെ പേര് മാത്രം കേൾക്കില്ല. അതാണ് അടൂർ പ്രകാശിന്റെ ഗുണം. മറ്റൊന്ന് ഈ പറയുന്നത് അനിൽ ആന്റണി ആണ് ആ സാധ്യത. BJPക്കാർ തന്നെ പറയുന്നുണ്ട്. BJP കേന്ദ്രങ്ങളിൽ നിന്ന് പോലും പറയുന്നുണ്ട് അനിൽ ആന്റണി ഒഴിക്കും. അനിൽ ആന്റണിയാണ് 3ാമത് ജയിക്കാൻ പോകുന്നത്, അത് ഉറപ്പിച്ചു എന്ന് പറയുന്ന ആളുകൾ. അതിനൊരു കാര്യം വെച്ചാൽ ഈ അനിൽ ആന്റണിനെ പറ്റി കേന്ദ്ര നേതൃത്വത്തിൽ ഭയങ്കര ഇഷ്ടമാണെന്നും അനിൽ ആന്റണിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നെഗറ്റീവ് ആവുന്ന ഒരു ഫീൽ ഉണ്ട് ലോക്കൽ BJPക്കാർ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സുരേഷ് ഗോപിനെ പോലെ അനിൽ ആന്റണി ഇവർക്ക് ഒരു ഭീഷണി ഒന്നല്ല. സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖരൊക്കെ ഭീഷണിയാണ്, പണി അറിയുന്ന ആളുകളാണ്. അനിൽ ആന്റണി ഇവിടെ ഇരുത്തിയാൽ അവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള BJPക്കാർക്ക് ഒരു ഭീഷണിയല്ല. അപ്പോൾ അതാണ് അനിൽ ആന്റണിയുടെ ഒരു കാര്യം. അപ്പോൾ അനിൽ ആന്റണി എനിക്ക് തോന്നുന്നില്ല, അനിൽ ആന്റണിക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ക്രിസ്ത്യൻ വോട്ടും കിട്ടാൻ സാധ്യതയല്ല. RSSന്റെ നായർ വോട്ടും കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം അവിടെ പിള്ള സാറിൻ്റെ ഒക്കെ പേര് വന്നതാണ്.
ആ ഒരു സാഹചര്യത്തിലാണ് അനിൽ ആന്റണി വീഴുന്നത്. പിന്നെ ഈ മൂപ്പര അച്ഛൻ ആന്റണി ആണെങ്കിൽ പോലും ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ വലിയ സ്വീകാര്യമൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും പത്തനംതിട്ടയിൽ അദ്ദേഹം കാര്യമായി വോട്ട് പിടിക്കും? അത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇങ്ങനെ ക്രിസ്ത്യാനിയാണല്ലോ, സിറിയൻ ക്രിസ്ത്യനാണല്ലോ ജന്മം കൊണ്ട്. മാത്രമല്ല അച്ഛനെ പോലെ അല്ല, ഓമൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നാണ് ടി.ജി. മോഹൻദാസ് പറയുന്നത് കേട്ടോ, എനിക്കറിയില്ലേ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യാം. പക്ഷെ അവിടെയുള്ള അധികം ഈ നോൺ കത്തോലിക് ക്രിസ്ത്യൻസ് ആണ് ആ മണ്ഡലത്തിൽ. അവരെത്രത്തോളം അനിൽ ആന്റണി പെന്തക്കോസ്തരിനെ വോട്ട് ചെയ്യും പിണറായി വിജയന്റെ ആളുകളാണ്. ഒരു പിണറായി വിജയനാണ് ഇപ്പം അവരെ അടുത്ത മിഷിഹാനെ കണ്ടിരിക്കുന്നത്, ഇയാൾ ദാസസാനെ രക്ഷപ്പെടുന്നത്. അതൊരു വലിയ ശരിയാണ്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അവരുടെ ജോലി ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്, മതസ്വാതന്ത്ര്യം കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ഇനി അറിയില്ല ഇപ്പം ഈ പറയുന്ന മാത്രമല്ല പെന്തക്കോസ്തുകാർക്ക് ആർഎസ്എസ്കാരായിട്ട് പ്രശ്നം. പെന്തക്കോസ്തുകാർക്ക് നിങ്ങൾ ഈ ലാറ്റിൻ കത്തോലിക്കലും സിറിയൻ കത്തോലിക്കലും നല്ല ആർഎസ്എസ്കായിട്ട് പ്രശ്നം. നിങ്ങളെ അവിടെ കർത്താവിനെ പിടിച്ചുകൊണ്ട് എന്താണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് വന്ന് അവിടെ ഇരുന്നോളൂ. ഇത് ആ പണം വല്ലവരെ കെട്ടിക്കൊണ്ട് വന്നാൽ മാത്രം മതം മാറ്റിയാൽ മതി. അത് നിങ്ങൾക്ക് വലിയ തോന്നുന്നില്ല. അടുത്ത ജനറേഷനെ മതം മാറ്റിയാൽ അവധി സംഖ്യ അത്രയേ ഉള്ളൂ. മറ്റേതല്ല, മറ്റേ അമേരിക്കൻ പിന്നെ ഫണ്ടുമായിട്ട് വന്നിട്ട് പൊളിറ്റിക്കൽ അവരുണ്ട്. കാനായ വിഭാഗക്കാർ പിന്നെ ഈ CPM കണ്ണൂരെ CPM-മാരെ കൊണ്ട് വന്നേരാ അതില്ല. അവരാരെയും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്ന അയപ്പൊന്നല്ല. അവർക്ക് അവരുടേതായ നിഷേധിത്തരമുണ്ട്. മനസ്സിലായോ? ഞങ്ങളാണ് വേണം, അതായത് ഈ ജൂയിഷ് പാരമ്പര്യമാണല്ലോ. വേണമെങ്കിൽ നിങ്ങളെ അംഗീകരിക്കുക എന്നുള്ളത് അതിനാണ് അവർ. അപ്പോൾ അത് വോട്ടും എങ്ങനെ പോകുന്നു പറയാൻ പറ്റില്ല. അത് ഈ മറ്റൊരു സാധ്യതയുള്ള ശോഭാ സുരേന്ദ്രൻ. പിന്നെ കാനായക്കാർക്ക് വേറെ കാര്യമുണ്ട്, അവരുടെ സമുദായമായിട്ട് ഭയങ്കര ബന്ധം. എനിക്കൊന്ന് ഈ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആൻഡോ ന്യായക്കാരനാന്ന് തോന്നുന്നു എന്ന് പറയുന്നത് കേട്ടു. കത്തോലിക്കനാണ് ന്യായക്കാരനാന്ന് പറയുന്നത്, എനിക്കറിയില്ല. അങ്ങനെയാണെന്ന് നോക്കണ്ട. കാരണം അവർക്ക് ഭയങ്കര സമുദായം, അവരുടെ സൊസൈറ്റി എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഈ തമിഴ് ബ്രാഹ്മിൺസ്, വാരണാസി ബ്രാഹ്മിൺസ് എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു, ചങ്ങനാശ്ശേരി നായസ് എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു വിഭാഗമാണ്. ഈ കോഴിക്കോട് മുസ്ലിംസ് ആ ഒരു സൊസൈറ്റി ഇങ്ങനെ ഒരു ആ അസ്തിത്വത്തിന് അല്ലെങ്കിൽ സ്വത്വത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ, ആ ടൈപ്പ് ആളുകളാണ് അവർ. അപ്പോൾ നമുക്ക് ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലോ ആലപ്പുഴ ശോഭ നല്ല വോട്ടടിക്കും. പക്ഷേ മൂന്നാമതാകാനാണ് സാധ്യത. ശോഭ 2.50 പിടിക്കും. അടുത്താണ് ശോഭന അവിടെ ജയിച്ചിട്ടു. ആരിഫാണ് ഇപ്പോൾ അവിടെ ജയിക്കാൻ സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിൽ മാറ്റം വരുത്തിയൊന്നുമില്ല. സർവേ പ്രകാരം അല്ല, സർവേ നോക്കണ്ട. ഞാൻ പറഞ്ഞത് എനിക്ക് കൃത്യമായ കാരണമുണ്ട്. അല്ലെങ്കിൽ CPM-ന്റെ കാര്യം ഭയങ്കര കഷ്ടമായിരിക്കും. കാരണം ഇത്രയും സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു. ഒരു സംഘടനാ സംവിധാനം ഒന്നുമില്ലാത്ത കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. വേണു സകല ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വേണുവിനെ തോൽപ്പിക്കാൻ വേണ്ടി സകല ആളുകളും ശ്രമിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ. അല്ല, അങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിക്കും. ഇത്തവണ നിലനിൽപ്പിന്റെ പോരാട്ടം ആകുമ്പോൾ അതും കോൺഗ്രസ് പണ്ടൊക്കെ കാലുവാരി തോൽപ്പിക്കാൻ, കാരണം അപ്പോഴും സംഘടന അവിടെ ഉണ്ട്. കോൺഗ്രസ് എന്ത് ചെയ്യും? കോൺഗ്രസ് സെക്കൻഡ് ഓപ്ഷൻ BJP ഉണ്ട്, അങ്ങോട്ട് പോവാം. പിന്നെ ഇവിടെ ഈ 1-2 സീറ്റ് BJP കിട്ടി കോൺഗ്രസിന് വലിയൊരു തോൽവി വന്നു കഴിഞ്ഞാൽ എപ്പം പോയി എന്ന് ചോദിച്ചാൽ മതി. BJP-കാരാണ് വരൂ വന്നോട്ടെ, സോണിയ വന്നോട്ടെ. RSS മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. കാരണം ഈ പറയുന്ന ആളുകൾ, ഇന്നലെ വന്ന ആളുകളെ പിടിച്ച് വലിയ സ്ഥാനത്തിരിക്കുക, അതിപ്പോൾ ദേശീയതലത്തിൽ തന്നെ വിഷയമാണ്. ഇപ്പോൾ നന്ദയുടെ പ്രസ്താവനയായിട്ടുണ്ടാക്കിയ വേറൊരു വിഷയം. RSS ആഗ്രഹിച്ച് തന്നെയാണ് BJP ചെയ്യുന്നത്, അവർ ഇൻഡിപെൻഡൻ്റ് ആയി, അതിന് ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന ടൈൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് സ്ഥാനാർത്ഥിയാക്കുക, അതുവരെ വർക്ക് ചെയ്ത RSS ബന്ധമുള്ള ആളുകൾ അവഗണിക്കുക, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അത് പിന്നെ ആ ഒരു പ്രശ്നം ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ BJP വന്നോട്ടെ, സോണിയ വന്നോട്ടെ എന്ന് പറയുന്ന അവസ്ഥ. ഇങ്ങനെ ആളുകൾ കാത്തിരിക്കുകയാണ് ആരാണ്. അല്ല, അത് മുരളി തന്നെയാണ്. പിന്നെ പാലക്കാട് പക്ഷേ അവിടെ പ്രചരണം ഒരു നിങ്ങൾ അറിഞ്ഞൂടെ, മുരളി ഏറ്റവും നല്ല പ്രചരണം മുരളിയായിരുന്നു. മാരക പ്രചരണമായിരുന്നു. പിന്നെ സൈലന്റ് ജോയിയാണ് പ്രചരണത്തിൽ എവിടെ തിരിഞ്ഞാലും ജോയിയുടെ വിസിബിൾ ആയിരുന്നു കാൻഡിഡേറ്റ്. ഇയാള് അടൂപ് പ്രകാശിനെ പോലെ ആയിരുന്നു, സൈലന്റാ. പക്ഷെ അടൂപ് പ്രകാശ് കഴിഞ്ഞ തവണത്തെ പ്രവർത്തിച്ചില്ല ഞാൻ കേട്ടത്. ഇയാൾ സൈലന്റായി എത്തിയിട്ടുണ്ട്. കൊടുക്കുന്ന ഏറ്റവും നല്ല പ്രചാരണം എഫക്റ്റീവ് ഇയാളായിരുന്നു, മുരളിയായിരുന്നു. മുരളി അത് 8 വോട്ടും മറയ്ക്കും. അടുത്ത തവണ വലിയൊരു പടം ജയിക്കുകയും ചെയ്യും. അതാണ് അതിന്റെ സ്ഥിതി. ഇത്തവണ നല്ല വോട്ട് പിടിക്കും. പിന്നെ പാലക്കാട് നല്ല വോട്ട് പിടിക്കും. പാലക്കാട് കാൻഡിഡേറ്റ് നമ്മൾ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ പോപ്പുലർ. അയാൾ ചിലപ്പോൾ ഷാഫി ജയിക്കാൻ സാധ്യതയല്ല. ഇൻ കേസ് ഷാഫി ജയിക്കുകയാണെങ്കിൽ പാലക്കാട് ചിലപ്പോൾ സ്ഥാനാർത്ഥിയായി നിയമസഭയിൽ എത്താൻ പറ്റും. ഷാഫി ജയിക്കാൻ സാധ്യത ഇല്ലല്ലേ? ഷാഫി ജയിക്കാൻ ഞാൻ അവിടെ CPM-നാണ് സാധ്യത കാണുന്നത്. കാരണം അവിടുത്തെ ഒരു കമ്മ്യൂണൽ ലൊക്കേഷനൊക്കെ ഭയങ്കര CPM-ന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അവിടെ നിന്ന് വരുന്ന ചില റിപ്പോർട്ടുകൾ. അപ്പോൾ എന്തായാലും നമുക്ക് 2 ദിവസം നാളെ കഴിയുമ്പോൾ നമുക്കറിയാം കൃത്യമായി ആരാണ് മൂന്നാമൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളത് അറിയാം.